വെൽക്കം ടു ഫ്ലൈങ് ബേർഡ്സ്. ഇന്ന് ഞങ്ങളുടെ അപ്പച്ചൻ്റെ 81ാമത്തെ വയസ്സാണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളിന്ന് മക്കൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് ചെല്ലാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇന്ന് മന്തിയാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഈ മന്തി എപ്പോഴെപ്പോഴും നമ്മൾ പുറത്തുനിന്ന് പോയാൽ വാങ്ങിക്കാറ്, ഇടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ അപ്പച്ചനോട് വെച്ചപ്പോൾ അപ്പച്ചനും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചിക്കനാണ് വാങ്ങിയേക്കണേ. സാധാരണ നമ്മൾ വെയിറ്റ് കുറഞ്ഞ 1 കിലോ ഉള്ള ചിക്കനാണ് കേട്ടോ വാങ്ങിക്കേണ്ടത്. ഇന്നിപ്പോൾ അത്ര ചെറിയ ചിക്കൻ കിട്ടിയില്ല, വലിയ 2 കോഴിയെ കിട്ടിയേക്കണേ. എന്നാലും അത് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ആളുകളുള്ള കാരണം അത് കുഴപ്പമില്ല, കഴിച്ചു പോയിക്കോളും. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്ന 2 ചിക്കൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയണത്. അപ്പോൾ ഇതിലേക്കുള്ള മസാലകളും ഇതെങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണേന്നുള്ളത് ആദ്യം കാണിക്കാം. ഞാൻ എടുത്തേക്കണത് 2 ചിക്കനായ കാരണം അതിലേക്കുള്ള മസാലയാണ് ഞാൻ പറയണത്. ഞാൻ എടുത്തേക്കണത് 2 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലിയില്ലേ, ഫുള്ളായിട്ടുള്ള മല്ലി, 2 ടേബിൾ സ്പൂൺ ജീരകം, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 7 പീസ് പട്ടയും ഒരു 7 ഏലക്കയും ഒരു 2-3 പീസ് കരയാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ്. ഇത്രയും സാധനങ്ങൾ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിക്കണത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്കിന്നോട് കൂടി വാങ്ങിയേക്കുന്ന ചിക്കനാണ് കേട്ടോ. അതെ, ഇത് കേട്ടോ സ്കിന്നോട് കൂടി വാങ്ങിയേക്കണത്. എന്നിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഹോളാക്കി കഴിയുമ്പോൾ ഈ ഇടുന്ന മസാലകളൊക്കെ ഇതിലേക്ക് നല്ലോണം പിടിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാലയാണ് ഞാൻ പറയാൻ പോണത്, എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കണത് പൊടിച്ച് വെച്ചേക്കണ മസാലയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ പൗഡർ കിട്ടാൻ വകുപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല, നമ്മുടെ വീട്ടിലാവുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുക. അപ്പം ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചെയ്തത് അത് 2 ടേബിൾ സ്പൂൺ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഇല്ലേ, അപ്പോൾ അത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് 2 എണ്ണം ഇടാം. പിന്നെ ബാലൻസ് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പായിട്ട് തന്നെ ഇടാം. ഇതിൽ നല്ല ഉപ്പുണ്ടാവും, അത് കാരണം ഇതിട്ടതിന് ശേഷം നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഞാൻ ചേർക്കണത് ഒരു 3/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഞാനൊരു 3/4 ഭാഗം ഇപ്പോൾ ചേർക്കണുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കിയത്തെ ചേർക്കണുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലായാലും കാണാനൊരു ഭംഗി വേണ്ടേ, ഫങ്ഷനൊക്കെ അല്ലേ. അപ്പോൾ അതിന് ഇത്തിരി കളറാണ്, കുറച്ച് കളർ കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മസാല എല്ലാം ഉപ്പും പുളിയും ഇതൊക്കെ പാകമാണ് കേട്ടോ മസാലയൊക്കെ. എന്നിട്ട് ഈ ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. അപ്പോൾ എല്ലായിടത്തും ഈ മസാല നല്ലോണം പിടിക്കും. ഇങ്ങനെ എല്ലാം മുക്കി മാറ്റി വയ്ക്കാം. അപ്പം ഇത് ഞാൻ 2 ചിക്കൻ എടുത്തേക്കണ കാരണം 2 മാഗി ക്യൂബ് അല്ല കേട്ടോ, 4 എടുക്കേണ്ടി വന്നു. കാരണം ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവുള്ള കാരണം ഞാൻ 4 എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ മസാലയും ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ച എല്ലാ മസാലയും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളവ് കറക്റ്റ് അത്. ഇനി ഇത് ഞാനൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. കൂടുതൽ സമയം ഇരിക്കും തോറും ഇതിലേക്ക് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇങ്ങനെ പിടിച്ചോളും. അപ്പോൾ എത്ര സമയം വെക്കാൻ പറ്റണോ അത്ര സമയം വെക്കാം. ഒന്നില്ലെങ്കിൽ പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇത് ഞാൻ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതാണ്. ഈ കഴുത്തിൻ്റെ ഭാഗവും തണ്ടലിൻ്റെ ഭാഗവും ഒക്കെ നമ്മളിങ്ങനെ വെട്ടി മാറ്റി വെച്ചേക്കണ പീസുകളില്ലേ, നെയ്യൊക്കെ ഉള്ളത്, അതെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഞാൻ 1.5 കിലോ അരിയാണ് എടുക്കണേ, സെല്ല റൈസ് 1.5 കിലോ. അപ്പോൾ എനിക്ക് 10 ഗ്ലാസ്സാണ് ഞാൻ അളക്കണ ഗ്ലാസ്സിൽ അളവ് കിട്ടിയത്. അപ്പോൾ 15 ഗ്ലാസ്, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ 15 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 15 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവാളയും
പിന്നെ ഒരു ബേ ലീഫും, പിന്നെ ഒരു 2 പീസ് പട്ട, പിന്നെ ഞാൻ ചേർക്കണത് 3-5 ഏലക്ക, പിന്നെ 2-3 കരയാമ്പൂവ്. ഇത്ര സാധനം ഇട്ടിട്ട് ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞാനിങ്ങനെ തിളപ്പിക്കും. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് കിട്ടൂല. ആ വെള്ളത്തിലാണ് ഞാൻ റൈസ് വേവിക്കണത്. ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് ഞാൻ 2 ബ്ലാക്ക് ലെമൺ ഇല്ലേ, കറുത്ത നാരങ്ങ, അത് ഇടുന്നുണ്ട്. ഇതാണ് ഞാൻ എടുത്തേക്കണ ഗോൾഡൻ സെല്ല എന്ന് പറഞ്ഞ റൈസ്. അപ്പോൾ ഇത് ഞാൻ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരി ഊറ്റി വയ്ക്കാം കേട്ടോ. അരമണിക്കൂറെങ്കിലും കുതിർന്നിരുന്ന് കഴിഞ്ഞാൽ അരിയുടെ മണി ഇത്തിരി നീളം വയ്ക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാണ്. കഴുകാൻ പോവാം. നല്ലോണം കഴുകി വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് അത് ഊറ്റിയെടുക്കാം. ഇത് നമ്മുടെ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കണ ചിക്കനാണ്, മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാനിങ്ങനെ 2 പാത്രത്തിലേക്കായിട്ടാണ് വെക്കണം. കാരണം ഒരെണ്ണത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കില്ല. അപ്പോൾ ഇതേ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പാത്രം എടുക്കുന്നുണ്ട്. ഇത് 2 പാത്രത്തിൽ ഞാൻ വെച്ച ചിക്കൻ രണ്ടും ഒരുമിച്ച് തന്നെ വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ലോണം തീ കൂട്ടിയാൽ വെച്ചേക്കണം. ഒരു 3 മിനിറ്റ് നല്ല തീയിലാണ് വെക്കണം കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മറിച്ചിടും. അങ്ങനെ 3 മിനിറ്റ് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ സിമ്മിലിട്ട് വയ്ക്കാം. രണ്ടും കൂടി ആദ്യം അടയ്ക്കണില്ല. 3 മിനിറ്റ് നല്ല തീയിലിരിക്കട്ടെ. ഇതിപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിടാം. ഇപ്പം ഞാൻ 2 സൈഡും മറിച്ചിട്ടു. 2 സൈഡും 3 മിനിറ്റ് വെച്ചിട്ട്, ആദ്യം ഒരു സൈഡ് 3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചു. പിന്നെയും 3 മിനിറ്റ് ഞാൻ മറിച്ചിട്ടിട്ടും വെച്ചു. ഇനി ഞാൻ സ്ലോ കുക്കിങ്ങാണ് ചെയ്യണത് കേട്ടോ. തീ കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചിക്കനൊക്കെ പറക്കി മാറ്റാം കേട്ടോ. ആദ്യം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഈ ബാക്കി വന്ന ഓയിലിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് മൂപ്പിക്കുന്നുണ്ട്. ഈ സവാള നന്നായി വാടി കഴിയുമ്പോൾ ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് നേരത്തെ ഉണ്ടാക്കിയില്ലേ, അത് അളന്ന് വെച്ചിട്ടുണ്ട് 15 ഗ്ലാസ്. അതെടുത്ത് ഒഴിക്കും കേട്ടോ. അതുപോലെ തന്നെ ദേ ഒരു ചിക്കൻ്റെ മാഗി ക്യൂബ് ഇല്ലേ, അത് ഒരെണ്ണം ഞാനിപ്പോൾ ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ അതനുസരിച്ച് പിന്നീട് ചേർക്കാം. ചിക്കൻ്റെ സ്റ്റോക്കാണ്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാൻ അളന്ന് വെച്ചേക്കണതാണ്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് റൈസ് ഇടാം. ചിക്കൻ്റെ മാഗി ക്യൂബ് 2 എണ്ണം ഇടുന്നുണ്ട് ഇതിൽ. ഇനി ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ ഉപ്പിടാം. അങ്ങനെ നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചതൊക്കെ നന്നായി തിളച്ചു. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അതിന് ശേഷം നമ്മുടെ കുതിർത്ത് വെച്ച അരി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഇതിലേക്കിടാം. നേരത്തെ വെച്ച സ്റ്റോക്കിൽ നിന്ന് ഞാൻ ആ നാരങ്ങ എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി ഒന്നും ഇട്ടിട്ടില്ല. കാരണം അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ മറ്റേ കറുകപ്പട്ടയോ അങ്ങനെ ഒന്നും തടയില്ലല്ലോ വായിൽ. അതൊക്കെ ഞാൻ മറ്റേ സ്റ്റോക്കിൽ അരിച്ചെടുത്ത് വെച്ചേക്കാം. പിന്നെ മിക്സ് ചെയ്യുക. ഒരു 20 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിക്കുക. ആദ്യം ഒന്ന് തിളക്കട്ടെ, അതിന് ശേഷം കുറച്ചിട തീ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കണം കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇതിൻ്റെ മുകളിൽ പറക്കി വയ്ക്കാം. ആദ്യം 5-6 പച്ചമുളക് ഞാൻ കീറിയിട്ട് ഇതിൻ്റെ മുകളിൽ കുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. കീറിയിട്ടുണ്ട് പതുക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങിക്കോളും. ഇനി നമ്മുടെ ചിക്കൻ അതിൻ്റെ മുകളിൽ നിരത്താം. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റെഡ് കളറും കലക്കി ഒഴിക്കാം. കുറച്ച് റെഡ് കളറും സൈഡിൽ കൂടെ തന്നെ ഒഴിക്കേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. ഇതിൻ്റെ ഇടയിൽ ചിക്കൻ നിരത്തിയിട്ട് ചാർക്കോളും വെക്കണം കേട്ടോ.
വെക്കണം നിരത്തിട്ടാൽ. നമ്മുടെ ഒരു പഴയ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ മുകളിലാണ് ഞാൻ ദം ചെയ്യണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പാത്രം കയറ്റി വയ്ക്കുക. ഇനി ഭാരം കയറ്റി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം. ഇത് നമ്മുടെ ചാർക്കോള് ഞാൻ ചൂടാക്കണുണ്ട്. ചൂടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇനി 20 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ്. ഇത് മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാലഡാണ് ഉണ്ടാക്കിയേക്കണത്. ഈ സാലഡ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ അല്ലേ? അതായത് വെള്ളം നല്ലോണം തിളപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് ഉപ്പിടുക, അത് കഴിഞ്ഞിട്ട് ചൊറുക്കൊഴിക്കുക. ഇപ്പം ഇത്രയും ഒരു വലിയ ക്യാരറ്റും 2 കുക്കുംബറും ഞാൻ എടുത്താണ്. ഒരു 4 പച്ചമുളകും കീറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തേക്കണത് ഒരു 1/2 കപ്പ് ചൊറുക്കൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാര. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്. അപ്പം ഇത് ഒരു അരമണിക്കൂറും കാലത്ത് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ പിടിച്ചോളും. കുറച്ച് ഉപ്പ് കയറ്റിയിട്ടാൽ മതി, ഉപ്പൊക്കെ പിടിച്ചോളും. അപ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ട് അതിന്. പിന്നെ നമ്മുടെ ടൊമാറ്റോൻ്റെ ചട്നി ഉണ്ടാക്കണ്ടേ? അതിന് ഒരു 4 ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, ഒരു വലിയ സവാള, പിന്നെ എരിവിന് ഞാനൊരു 3 ചെറിയ പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ഇത് അടിക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതേ 3 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു സവാള, ഒരു 4 തക്കാളിക്ക് ഒരു സവാള ഞാൻ എടുത്താണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു പിടി മല്ലിയില, ഒരുപാട് വേണ്ട, പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഇട്ടിട്ട് അരച്ചുകൊണ്ട് വരാം. പേസ്റ്റ് ആക്കാം.